ഹലോ മക്കൾസ്, നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് എക്സാമില്ലേ, ക്വാർട്ടർലി എക്സാമാണ് 19th അല്ലേ. അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് നമുക്ക് മുന്നേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ആദ്യം ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, പുതിയ മോഡൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാണ് അല്ലേ. പിന്നെ 8th തന്നെ ഈ വർഷം മുതൽ പുതിയ 9th മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ വർഷം മുതലേ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ എന്താ നമുക്ക് കാണുന്നത്, ഫസ്റ്റ് തന്നെ നമുക്കൊരു പരിചയമുള്ളൊരു പാസേജാണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, എക്സാമിൻ്റെ മുന്നേ എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നന്നായിട്ടും വായിക്കണം കേട്ടോ. ചാപ്റ്റേഴ്സ് പരമാവധി വായിക്കണം. ഫുള്ളായിട്ട് വായിക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ സമ്മറിയെങ്കിലും എല്ലാ ചാപ്റ്ററിൻ്റെയും ഒന്ന് സമ്മറി വായിക്കുക. അതായത് നമുക്ക് 2 പോമാണുള്ളത് അല്ലേ, 2 പോം എന്ത് ചെയ്യുക, അതിൻ്റെ അപ്രീസിയേഷൻ വായിക്കുക. പിന്നെ എന്താ ബാക്കി 3 ചാപ്റ്ററിൽ നിന്നും 3 ചാപ്റ്ററിൻ്റെ സമ്മറിയെങ്കിലും പരമാവധി വായിക്കുക, മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ലിറ്റിൽ തിങ്സ് മാറ്റർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് അല്ലേ. 3 മാർക്കിനാണ് നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതെന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്, നമ്മൾ പഠിച്ച ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ ചാപ്റ്ററിലുള്ള ഒരു പാസേജാണ്, ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. എന്നിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തായിരിക്കും, നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ലിറ്റിൽ തിങ്സ് മാറ്ററിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മണിയുടെ ചാപ്റ്ററിൽ നിന്നായിരിക്കും, അല്ലെ ഗ്രാനിയുടെ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരാൻ സാധ്യതയുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാസേജ് തരും. എന്നിട്ട് നേരെ അതിൻ്റെ താഴെ നമുക്ക് ക്വസ്റ്റ്യനും തരും അല്ലേ. 1, 2, 3 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ പാസേജിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്ക് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ പാസേജ് തന്നിട്ട് ആൻസർ കണ്ടെത്താനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, ഇത് ചാപ്റ്ററിൽ നിന്ന് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനത്തെ കേട്ടോ. ഇതൊന്ന് ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് അല്ലേ, നമ്മൾ പഠിച്ച ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പാസേജ് ഉണ്ട്. ഇനി അതുപോലെ ഫോറിൻ പാസേജ് ഉണ്ട്, അതായത് പുറത്ത് നമുക്കൊരു പരിചയമില്ലാത്ത പാസേജ് തരുന്നുണ്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കേസാണ് അല്ലേ. ഇത് ചിലപ്പോൾ ഈ ഒരു പാസേജിന് ആവില്ല തരും, നമുക്കൊരു മോഡൽ തന്നതാണ്. ഈ രീതിയിലാണ്, ഈ ഒരു സ്ട്രക്ചറിലാണ് ഈ വർഷം മുതൽ എക്സാം വരിക എന്നുള്ളൊരു മോഡൽ നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻ തരും അല്ലേ. ഇവിടെ അതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനോട് ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഓപ്ഷൻ എടുത്ത് എഴുതിയാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, തേർഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണല്ലോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എപ്പോഴും ക്വസ്റ്റ്യൻ നമ്പർ ഇടാനൊക്കെ മറക്കരുത്, അതിൻ്റെ ഓപ്ഷനും ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഫസ്റ്റ് അതിന് 1 എന്ന് പറഞ്ഞിട്ട് അതിന് ആൻസർ എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് എഴുതിയിട്ട് ഇതിൽ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ A ആണെങ്കിൽ A എന്ന് എഴുതിയിട്ട് ആ ഓപ്ഷനിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളും കൂടി പിക്ക് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. പിന്നെ 3 എന്താണ്, 3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിന് ആൻസറും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തത് എന്താ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, റീഡ് ദ ഗിവൺ ലൈൻസ് ഫ്രം ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് അല്ലേ. ഇവിടെ എന്താണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള പോമാണ് അല്ലേ. അപ്പോൾ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എമിലി ഡിക്കൻസിൻ്റെ അടിപൊളി ഒരു പോം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ പോയത്തിൽ നിന്നും നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു പാസേജ്, 2 പാസേജ് സ്റ്റാൻസ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 2 സ്റ്റാൻസ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 സ്റ്റാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതും 3 മാർക്കിനുള്ളത് തന്നെയാണ് അല്ലേ, 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, നേരത്തെ തേർഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു അല്ലേ. പാസേജ് ക്വസ്റ്റ്യനിൽ 1, 2, 3 ഉണ്ടായിരുന്നു. 4th, 5th, 6th ഇത് നമ്മൾ എന്താണ്, നമ്മൾ പഠിച്ച ഒരു പോയത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു 1, 2 സ്റ്റാൻസ് തരും. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ തരും. 4th ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. ഇവിടെ 4th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ആ ഓപ്ഷനിൽ നിന്നും അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്ത് എഴുതിയാൽ മതി അല്ലേ. 4th ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും, 4th ക്വസ്റ്റ്യൻ്റെ ഏത് ഓപ്ഷനാണ്, ഇപ്പോൾ A ഓപ്ഷൻ ആണെങ്കിൽ A ഓപ്ഷൻ, എന്നിട്ട് അതിൻ്റെ ഏതാണ് ഇല്ല ഇൻ ദ ഹേർട്ട് അല്ലേ. അത് ഞാൻ പറഞ്ഞതാണ് ഇതിന് ആൻസർ, അതല്ല മിസ് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇതിന് ആൻസർ എന്താ ശരിക്കും, ഡ്രീം എന്ന ലിറ്റിൽ ബേർഡ് എവിടെയാണ് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പേർച്ചസ് ഇൻ ദ സോൾ അല്ലേ, മനുഷ്യൻ്റെ ആത്മാവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്, അതാണ് മിസ് പറയുന്നത്. പക്ഷേ കറക്റ്റ് നമ്മൾ ആ ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ടും റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ എന്താണ് 4th ക്വസ്റ്റ്യൻ എഴുതി. 5th ക്വസ്റ്റ്യനും ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റാൻസിൽ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ആൻസർ. അതുപോലെ 6th ക്വസ്റ്റ്യനും നമുക്ക് എന്താണ് സ്റ്റാൻസിൽ നിന്ന് നോക്കിയിട്ട്, അതായത് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതെടുത്ത് പിക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ആയിരിക്കും വരിക. ഈ ഒരു സ്റ്റാൻസ തന്നെ ആവില്ല വരിക, നമുക്ക് ഡിഫറൻറ്റ് വേറെ ഏതെങ്കിലും സ്റ്റാൻസ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദറിൽ നിന്നാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത് അല്ലേ. കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ എന്നാണ് ഇങ്ങനെയുള്ളതിന് പറയാം. സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെ കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ ക്വാർട്ടർലി എക്സാമിന് ചിലപ്പോൾ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന പോയത്തിൽ നിന്നായിരിക്കും ഇതുപോലെയുള്ള കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ വരിക. ഇവിടെ നമുക്ക് എന്താണ് മോഡൽ എക്സാമിന് അല്ല മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നിട്ടുള്ളത് ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദറിൽ നിന്നാണ് കോംപ്രഹെൻസീവ് വന്നിട്ടുള്ളത്. നേരെ പോയാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിട്ടാണ് കാണുന്നത്, 7 ഏജസ് ഓഫ് മാനിൽ നിന്നാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതെന്താണ് ഇവിടെ
ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മളെടുത്ത് റീഡ് ദ ലൈൻസ് ഫ്രം സെവൻ ഏജസ് ഓഫ് മാൻ ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ഹിൻസ് ഗിവൺ ബിലോ. അങ്ങനെയാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മൾ അപ്രീസിയേഷൻ പഠിച്ചിട്ടില്ലേ, സെയിം അത് തന്നെയാണ് ഇവരോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഡയറക്റ്റായിട്ട് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞത് എന്താണെന്ന് ഉദ്ദേശിച്ച് കൺഫ്യൂഷൻ ആവരുത്. എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്രീസിയേഷൻ. സെവൻ ഏജസ് ഓഫ് മാനിൽ നിന്നാണ് നമ്മളെടുത്ത് ഇവിടെ മോഡലിൽ ചിലപ്പോൾ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദറിൻ്റെ ആയിരിക്കും നമുക്ക് അപ്രീസിയേഷൻ തരിക. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളാണ്, നമുക്ക് സ്റ്റാൻസ തരുന്നുണ്ട്, പിന്നെന്താ അതിലുള്ള ഹിൻഡ് തരുന്നുണ്ട്, അത് ആരാ എഴുതിയത് വരെ നമുക്ക് തരുന്നുണ്ട്. സിമ്പിളാണ് അല്ലേ, വില്യം ഷേക്സ്പിയറിൻ്റെ ദ സെവൻ ഏജസ് ഓഫ് മാൻ ഇതൊക്കെ നമുക്ക് ഹിൻഡിൽ നിന്ന് തരുന്നുണ്ട്. ഇതിനൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പാരഗ്രാഫ് ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് അപ്രീസിയേഷൻ ആണ് കേട്ടോ. പാരഗ്രാഫ് എന്ന് കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് ഉദ്ദേശിക്കരുത്, ചിന്തിക്കരുത്. പാരഗ്രാഫ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്രീസിയേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ അപ്രീസിയേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് അപ്പോൾ എന്താണ്, കോംപ്രഹെൻസീവ് കഴിഞ്ഞു, അപ്രീസിയേഷൻ കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററിൽ നിന്നും പാസേജ് തന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഇതെന്താണ്, ഇത് ഫോറിൻ പാസേജ് ആണ് നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ് അല്ലേ. ഇതും 3 മാർക്കിന് തന്നെയാണ്. ഇവിടെ നമുക്ക് അപ്രീസിയേഷൻ 4 മാർക്കിനാണ്. ഇവിടെ എന്താണ് ഈ പാസേജ് കംപ്ലീറ്റേഷൻ എന്താണ് ഇവിടെ 3 മാർക്കിനാണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മളൊരു പെട്ടെന്ന് തന്നെ ഒരു പാസേജ് റീഡ് ചെയ്ത് നോക്കുക ആദ്യം, എന്നിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ തന്നെ നമുക്ക് 8th 9th 10th ഒരു ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ 10th ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് ഓപ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ നോക്കിയേ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻ ബേസ്ഡ് ഓൺ ദി പാസേജ് അല്ലേ. പാസേജ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഫോറിൻ പാസേജിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ 4 എന്ത് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ താഴെ വീണ്ടും 4 പോയിൻറ്റ്സ് ആക്കി തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്, ഓൺലി സി ഈസ് കറക്റ്റ്, സി മാത്രമാണോ കറക്റ്റ്, അതാണെങ്കിൽ ഓൺലി സി ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ ആൻസർ കൊടുക്കുക. അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, എയും ബിയും കറക്റ്റ് ആണെങ്കിൽ ഈ നമ്മൾ ആൻസറിൽ എന്ത് എഴുതുക, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് എന്ന് എഴുതാം. 3 ആണെങ്കിൽ എന്താണ് ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ് എന്ന് എഴുതാം. അല്ലാതെ ഇതെടുത്ത് എഴുതരുത്, ഇതിൽ നിന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക ആൻസറിൽ കേട്ടോ. 4th ബോത്ത് ബി ആൻഡ് ഡി ആർ കറക്റ്റ്, ഡിയിലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ബിയും ഡിയും ആണ് കറക്റ്റ് എങ്കിൽ ഈ ഓപ്ഷൻ എടുത്ത് നമ്മൾ ആൻസറിൽ കൊണ്ടെഴുതുക. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു PSC ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ ഉണ്ട് അല്ലേ. ഓക്കെ, സിമ്പിളാണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മളെ എന്താണ് നമ്മളെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ എന്താണ് ഓർമ്മ എന്താ പറയുക, ഓർത്തെഴുതുന്നതല്ല, മനപ്പാടാക്കി എഴുതുന്നതല്ല, ഇങ്ങനെ ബുദ്ധി പരിശോധിച്ചിട്ട് അല്ലേ, അങ്ങനെ നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ഐഡിയനെ എന്താണ് അനലൈസ് ചെയ്യാണ് എക്സാമിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഒരു രീതിയാണ്, നമ്മുടെ ഐഡിയനെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതല്ല അടിപൊളി, നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ളതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. നമുക്ക് 40 മാർക്സിനാണ് നമുക്ക് ക്വാർട്ടർലിയിൽ എക്സാം വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, 11th 12th. ഓക്കെ, ഇവിടെ എന്താണ് ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ, ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ഓപ്ഷൻ അല്ലേ, 11th തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്, 12th തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്, 13th തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്. അടിപൊളി അല്ലേ. അപ്പോൾ എന്താണ് ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഓർ ഒരിക്കലും കാണാതെ പോകരുത്, നമ്മുടെ മാർക്ക് അവിടെ പോകും. അപ്പോൾ ഓർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ 11th ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയി തോന്നുന്നത്, അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ 11th എ ആണെങ്കിൽ 11th എ തന്നെ എഴുതാൻ ശ്രമിക്കുക, 11th ബി ആണ് കൂടി ഈസി ആയി തോന്നുമെങ്കിൽ 11th ബി എന്ന് എഴുതാൻ നോക്കുക കേട്ടോ. അതൊരിക്കലും മറക്കരുത്, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് 11th എയിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, ഒരു കോൺവെർസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിൽ നിന്നും ഒരു കോൺവെർസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ആപ്റ്റിങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. അതല്ല ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തന്നെ ആവില്ല കേട്ടോ. നമുക്ക് ഇതൊരു മോഡൽ മാത്രമാണ്, എക്സാമ്പിൾ മാത്രമാണ് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കോൺവെർസേഷൻ ആണ് തന്നിട്ടുള്ളത്. പിന്നെന്താ ലോങ് വാക്ക് വിത്ത് ഗ്രാനിൽ ആ ചാപ്റ്ററിൽ തന്നെ എന്താണ് ഇതൊരു പുതിയൊരു ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. പ്രിപ്പയർ ആൻ ആൾട്ടർനേറ്റീവ് എൻഡിങ് ടു ദ സ്റ്റോറി. നമ്മളുടെ ആ സ്റ്റോറിയുടെ എൻഡിങ് നമുക്കറിയാമല്ലോ, ലോങ് വാക്ക് വിത്ത് ഗ്രാനിയിൽ സ്റ്റോറിയുടെ എൻഡിങ് നമുക്കറിയാം അല്ലേ. എന്താണ് മണിയും ഗ്രാനിയും ഡോക്ടറൊക്കെ കണ്ട് അവർ തിരിച്ച് മസൂരിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ അവർ വിചാരിച്ച സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്നു. ബസ്സിൽ അങ്ങനെ തിരിച്ച് വന്നു. ആ യാത്ര അല്ലേ, ഗ്രാനി അവിടെയുള്ള സീനറീസൊക്കെ കണ്ട് ആസ്വദിക്കുന്നു, മണി കിടന്നുറങ്ങുന്നു. ഇങ്ങനെയാണ് അവിടെ എൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊന്ന് മാറ്റിയിട്ട് എഴുതാം എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിന് ആ ഒരു എൻഡിങ് അല്ലാതെ നിങ്ങളുടെ ഐഡിയയിൽ തോന്നിയ മറ്റേതെങ്കിലും എൻഡിങ് കൊടുക്കാമോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ശരിയാണ്, അതിൻ്റെ ഒരു എൻഡിങ് നമുക്കൊരു പുതിയ എൻഡിങ് വേറൊരു എൻഡിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. അങ്ങനെയാണ് ഈ പ്രാവശ്യം മുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് 12th എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്. ഇതും ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് 12th ഒന്നെന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ
ഡയറി എൻട്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ചാപ്റ്ററിലത്തേതാണ്? പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്, നമ്മുടെ ജെറോം കെ ജെറോമിൻ്റെ ഡയറിയാണ് അല്ലേ. ചിലപ്പോൾ ഈ ഡയറി തന്നെ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ജെറോം കെ ജെറോമിൻ്റെ ആ ചാപ്റ്ററിൽ നിന്നും ഡയറി അല്ലെങ്കിൽ കെമിസ്ട്രിൻ്റെ ഡയറി ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കെമിസ്ട്രിൻ്റെ ഡയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ജെറോം കെ ജെറോമിൻ്റെ ഡയറിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ വരാതിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ഡയറിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ തന്നെ ബി ഓപ്ഷനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? കലാംസ് നമ്മുടെ ഏതാണ് കലാം സാറിൻ്റെ ചാപ്റ്ററിൽ നിന്നും ഒരു ഇമെയിലും ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയറിയുടെ ഫോമാറ്റൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ക്യാപ്റ്റ് ആയത് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് എഴുതാം. അടുത്തത് 13th ക്വസ്റ്റ്യനിലും എന്തുണ്ട്? എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഗ്രാനിയുടെ ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലേ. ഗ്രാനിയുടെ ചാപ്റ്ററിൽ നിന്ന് ഒന്നല്ലെങ്കിൽ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാനിയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും പഠിക്കാത്തവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, 4 മാർക്ക് കിട്ടും അല്ലേ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച്, ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. പിന്നെ 13th ബി, ഇനിയിപ്പോൾ അതല്ല ക്യാരക്ടർ സ്കെച്ച് അല്ല, എനിക്ക് ഒന്നുകൂടെ ആപ്റ്റ് ഇതാണെന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഇത് എഴുതാം അല്ലേ. 13th ബി എന്താണ്? റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ എൻഡിങ് ഓഫ് ദ ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പാരഗ്രാഫ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിളായി തോന്നുന്നതെങ്കിൽ ഈ പിക്ചർ നമുക്ക് പരിചയമുള്ള പിക്ചറാണ് അല്ലേ. നമ്മുടെ എന്താണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന പിക്ചറാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആപ്റ്റെങ്കിൽ ഇതെടുത്ത് എഴുതാം അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓർ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണുണ്ട്. ഓർ ശ്രദ്ധിക്കണേ. ഇതിൽ 11th എയോ ബിയോ എഴുതാൻ പാടുള്ളൂ. രണ്ടും കൂടെ എഴുതരുതിട്ട്. 12th എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതുക. 13th എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആവില്ല നിങ്ങൾക്ക് എക്സാമിന് വരിക. ഇത് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നതാണ് കേട്ടോ. ഈ രീതിയിലായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് കാണിച്ചു തന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. 4th മാർക്ക് 4 മാർക്ക് പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താണ് 14th ക്വസ്റ്റ്യനിൽ പറയുന്നത്? പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് ജെറോം കെ ജെറോം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുണ്ട് അല്ലേ. കുറച്ച് ഹിൻഡുകൾ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണല്ലേ, അത്രയും വിശദീകരിച്ച് പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. പ്രൊഫൈൽ നമുക്ക് സിമ്പിളായിട്ട് തന്നിട്ടുണ്ടല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ഇതിനെ തന്നെ ഒന്ന് എടുത്തെഴുതിയിട്ട് പാരഗ്രാഫ് ആക്കി എഴുതുക. അതിൽ ചെറിയ എന്തൊക്കെയാണ് എവിടെ യൂസ് ചെയ്യാന്നുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ റൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കി. ഇനി അതൊന്നും ഓർമ്മയില്ലാത്തവർ ജസ്റ്റ് ഈ തന്നിട്ടുള്ള ഹിൻഡ് തന്നെ അതുപോലെ എടുത്തിട്ടൊന്ന് പാരഗ്രാഫ് ആക്കിയിട്ടെങ്കിലും എഴുതാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ഒരിക്കലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതാണ് ഇവിടെ ചിലപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ജെറോം കെ ജെറോമിൻ്റെ ആയിരിക്കും തന്നിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് എക്സാമിന് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് വരും. അത് നമുക്ക് ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്താണ് തന്നിട്ടുള്ളതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പാരഗ്രാഫ് ആക്കുക എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെന്താ ക്വസ്റ്റ്യൻ 15th എന്താ ചോദിച്ചത്? ഇതൊരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് അല്ലേ. അതായത് നമുക്കൊരു കോളത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഈ ഡാറ്റാസ് നമ്മൾ നേരത്തെ സെയിം ചെയ്ത പോലെ തന്നെ അല്ലേ. എന്താണ് പാരഗ്രാഫ് തന്നു, പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തെഴുതാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും തന്നു. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ട് കുറച്ച് ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടത് ഇതെന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിന് ഇതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് അല്ലേ. ഡയറക്റ്റ് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ എത്രയാണ്? നമുക്ക് 3 മാർക്കിന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 8 മാർക്കിനാണ് നമുക്ക് എന്ത് ഗ്രാമർ, അതായത് 8 മാർക്ക് മീൻസ് 40 മാർക്കിൻ്റെ ക്വാർട്ടർലി എക്സാമിൽ 8 മാർക്കിന് നമുക്ക് എന്തുണ്ട് ഗ്രാമർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഗിവൺ ബ്രാക്കറ്റ്. നമുക്ക് താഴെ കുറച്ച് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ബ്രാക്കറ്റിൽ ഫ്രേസൽ വേർബ് തന്നിട്ടുണ്ട്. പുട്ട് ഓഫ്, പുട്ട് എക്രോസ്, മെയ്ഡ് അപ്പ്, ഹിസ് മൈൻഡ്, ഗോ ഓൺ, ഇങ്ങനെ കുറച്ച് ഫ്രേസൽ വേർബ് തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ ഈ പാരഗ്രാഫ്, നമ്മളിത് കലാം സാറിൻ്റെ ചാപ്റ്ററാണ് അല്ലേ. ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഫ്രേസൽ വേർബ് ഒക്കെ നമ്മളെ നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണമെങ്കിൽ ശരിക്കും ചാപ്റ്റർ നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്തൊരു കുട്ടിക്ക് പെട്ടെന്ന് ഇവിടെ തന്നെ ആയിരിക്കും വരിക, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ പാസേജ് റീഡ് ചെയ്യുക, ഇവിടെ ഫില്ലായി കിടക്കുക, ഏതാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയതെന്നുള്ളത് എടുത്തെഴുതുക എന്നുള്ളതാണ് ഫ്രേസൽ വേർബിൻ്റെ ക്വസ്റ്റ്യനിൽ എഴുതാനുള്ളത് കേട്ടോ. നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് എഴുതില്ലേ, അതേ സെയിം സംഭവം തന്നെ. അടുത്തത് എഡിറ്റ് ദി പാസേജ്, എഡിറ്റ് ചെയ്യാനുള്ളത് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നുള്ളൂ അല്ലേ. എന്താണ് ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ആൽഫബറ്റിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്സുകളൊക്കെ നമുക്ക് പാസേജിൽ തരിക. അത് നമ്മൾ എഡിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ വരുന്നത്? 20th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഷംസുദ്ദീൻ അല്ലേ. കലാമും ഷംസുദ്ദീനും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇവിടെ നമ്മൾ എന്തൊക്കെയോ ഒരു 6 പോർഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ചിലപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് WH ക്വസ്റ്റ്യന്, ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഇഫ് ക്ലോസ്, യു ഹാഡ് ബെറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെൻറ്റൻസ്. ഇതാണ് നമ്മളെടുത്ത് റേറ്റ് ചെയ്യാൻ പറ്റുള്ളത്. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് തരാം, അല്ലെങ്കിൽ എസ് ക്വസ്റ്റ്യൻ തരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക, ഡിസ്കോഴ്സുകളുടെ ഫോർമാറ്റുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇമെയിലാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇമെയിലും ലെറ്ററും വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ നമുക്ക് എന്താണ് ലെറ്റർ തരും, ആ ഇമെയിലിൻ്റെ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ലെറ്റർ തരും. ലെറ്ററിലും ഇമെയിലിലും ആകെ വ്യത്യാസമുള്ളത് എന്താണ്, ആ സ്റ്റാർട്ടിങ്ങിൽ അഡ്രസ്സ് കൊടുക്കുന്നിടത്ത് എന്താണ് ഫ്രമും ടൂവിൻ്റെ ഇവിടെ എന്താണ് നമ്മൾ ലെറ്ററിലാണെങ്കിൽ റെസിപ്പിൻ്റെ അഡ്രസ്സും അങ്ങനെ കൊടുക്കില്ല, സെൻറ്റേഴ്സ് അഡ്രസ്സാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഫ്രം എന്ന് പറഞ്ഞിട്ട് ആളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു, പിന്നെ എന്താണ് ടു എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന ആളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. ഇമെയിൽ ഐ ഡി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താണ്, സ്മോൾ ലെറ്ററിലായിരിക്കണം, സ്പേസ് ഇടാൻ പാടില്ല, @gmail.com എന്ന് കൂടെ ആഡ് ആക്കണം. ഇത്രയും കാര്യങ്ങൾ, ബാക്കിയൊക്കെ സെയിം. പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ലെറ്റർ എഴുതുന്ന അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ് ദി ഇമെയിൽ, പിന്നെന്താ കൺക്ലൂഷൻ, ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക കേട്ടോ.